ഹലോ, ഞാൻ ഫായിസ. ഞാൻ ബി.ഫാം തേർഡ് സെം സ്റ്റുഡൻ്റാണ്. അപ്പോൾ തേർഡ് സെമ്മിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം മെയ് 5-ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പഠിച്ച സിലബസ് എല്ലാം കവർ ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ക്വാസിൻ്റെ വെബ്സൈറ്റിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാനിവിടെ കൊടുക്കുന്നത് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. അതിനോടൊപ്പം റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ എഴുതിയിട്ടുണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നെ പല ഇയേഴ്സിലും റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ പഠിക്കുമ്പം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇത്രത്തോളം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ചാപ്റ്റർ വൈസ് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇവിടെ കൊടുക്കുന്നത്. അതിൽ ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ള സബ്ജക്റ്റ് ഫാർമസ്യൂട്ടിക്കൽ എൻജിനീയറിംഗ് ആണ്. അപ്പോൾ തേർഡ് സെമ്മിൽ 4 സബ്ജക്റ്റാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. എൻജിനീയറിംഗ് ഉണ്ട്, പിന്നെ ഫാർമസ്യൂട്ടിക്കൽ മൈക്രോബയോളജി ഉണ്ട്, ഓർഗാനിക് കെമിസ്ട്രി സെക്കൻഡ് ഉണ്ട്, അതേപോലെ ഫിസിക്കൽ ഫാർമസ്യൂട്ടിക് ഫസ്റ്റ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽ എൻജിനീയറിങ്ങിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ എൻജിനീയറിങ്ങിൻ്റെ അകത്ത് പഠിക്കാനായിട്ട് 5 യൂണിറ്റ്സ് ഉണ്ട്. 12 ചാപ്റ്റേഴ്സാണ് ഈ 5 യൂണിറ്റിലുമായിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറയാം. അതായത് ഫ്ലോ ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പം ഫ്ലൂയിഡിൻ്റെ ഫ്ലോ, അതായത് ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ലിക്വിഡ്സ് അതേപോലെ തന്നെ ഗ്യാസും വരും. ഈ 2 കാറ്റഗറിയിലുള്ള ആൾക്കാരെയാണ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഫ്ലൂയിഡ്സ് ഒരു പൈപ്പ് ലൈനിൽ കൂടെയോ അങ്ങനെ എന്തെങ്കിലും മൂവ് ചെയ്യുമ്പം അതിനുണ്ടാകുന്ന പ്രോപ്പർട്ടീസ്, അതിൽ നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് പറയുന്നത്. അതിൽ വരുന്ന എക്യുപ്മെൻറ്റ്സാണ് ഓറിഫൈസ് മീറ്റർ, വെഞ്ചുറി മീറ്റർ, പിറ്റോട്ട് മീറ്റർ ആൻഡ് റോട്ടോമീറ്റർ. അപ്പോൾ ഇത്രയും എക്യുപ്മെൻറ്റ്സും പിന്നെ അതിൻ്റെ അകത്തൊരു തിയറം വരുന്നുണ്ട്, ബെർണോളീസ് തിയറം, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, പിന്നെ റെയ്നോൾഡ് നമ്പർ, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചാപ്റ്ററാണ് ഫ്ലോ ഓഫ് ഫ്ലൂയിഡ്സ്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് സൈസ് റിഡക്ഷൻ ആണ്. സൈസ് റിഡക്ഷൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ ആപ്ലിക്കേഷൻസിന് എടുക്കുന്ന മെറ്റീരിയൽസ്, ആ മെറ്റീരിയൽസിൻ്റെ ചിലപ്പോൾ ലാർജ് സൈസ് ആയിരിക്കാം, സ്മോൾ സൈസ് ആയിരിക്കാം. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള സൈസിലോട്ട് സൈസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അതായത് ഹാമർ മിൽ, അതേപോലെ ഫ്ലൂയിഡ് എനർജി മിൽ, എഡ്ജ് റണ്ണർ മിൽ, എൻഡ് റണ്ണർ മിൽ, ബോൾ മിൽ, ഇങ്ങനെയുള്ള മില്ലിംഗ് എക്യുപ്മെൻറ്റ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് സൈസ് റിഡക്ഷൻ എന്ന് പറയുന്നത്. തേർഡ് ചാപ്റ്ററാണ് സൈസ് സെപ്പറേഷൻ. സൈസ് റിഡക്ഷൻ പോലെ തന്നെ എടുക്കുന്ന മെറ്റീരിയൽസിൻ്റെ അകത്ത്, മെറ്റീരിയൽ മീൻസ് പൗഡർ പോലുള്ള സാധനങ്ങൾ, അപ്പം അങ്ങനെയുള്ള ഇതെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് പല സൈസ് റേഞ്ചിൽ വരുന്ന മെറ്റീരിയൽസ് കാണും. അപ്പം ഓരോ സൈസ് റേഞ്ചിനെയും ഡിഫറെൻറ്റ് സെപ്പറേഷൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, അതായത് സെപ്പറേറ്റേഴ്സ്, സൈക്ലോൺ സെപ്പറേറ്റർ, എയർ സെപ്പറേറ്റർ, അങ്ങനെയുള്ള ഇതിനെക്കുറിച്ച് പഠിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന മെയിനായിട്ടുള്ള ഒരാളാണ് സീവ് ഷേക്കർ. സീവ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഡിഫറെൻറ്റ് പോർ സൈസിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ചാപ്റ്ററാണ് മിക്സിംഗ്. മിക്സിംഗ് എന്ന് പറയുമ്പം സെപ്പറേറ്റ് ചെയ്യുന്നു, റിഡക്ഷൻ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ 2 മെറ്റീരിയൽസിനെ നമ്മൾ യൂണിഫോമായിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. അതായത് മിക്സേഴ്സ്, അതായത് പ്ലാനറ്ററി മിക്സേഴ്സ് ഉണ്ട്, പിന്നെ സിഗ്മ ബ്ലേഡ് മിക്സേഴ്സ്, റിബൺ ബ്ലെൻഡേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതിൽ തന്നെ സോളിഡ് മിക്സിംഗ് വരുന്നുണ്ട്, ലിക്വിഡ് മിക്സിംഗ് വരുന്നുണ്ട്. അപ്പോൾ ലിക്വിഡ്സിന് വേണ്ടിയിട്ട് കുറച്ച് എക്യുപ്മെൻറ്റ്സ് അവൈലബിൾ ആണ്, അതേപോലെ തന്നെ സോളിഡ്സിനും. അപ്പം ഇങ്ങനെയുള്ള മെറ്റീരിയൽസിന് മിക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് പഠിക്കുന്ന സ്റ്റഡി, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് മിക്സിംഗ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ചാപ്റ്ററാണ് ഇവാപ്രേഷൻ. ഇവാപ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹീറ്റ് അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ് വേപ്പറൈസേഷൻ നടക്കും എന്നുള്ള. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഇവാപ്രേഷൻ എന്ന് പറയുന്നത്. ഇവാപ്രേഷൻ നടത്താൻ വേണ്ടിയിട്ടും ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ എക്യുപ്മെൻറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ അതിൻ്റെ പ്രിൻസിപ്പിൾസും എല്ലാം ഡിഫറെൻ്റ് ആണ്. ആ ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഇവാപ്രേഷൻ. നെക്സ്റ്റ് എന്ന് പറയുമ്പം ഹീറ്റ് ട്രാൻസ്ഫർ, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ആകുന്നതിൻ്റെ കുറച്ച് എക്യുപ്മെൻറ്റ്സ്, അതായത് 2 ടൈപ്പ് എക്യുപ്മെൻറ്റ്സ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതായത് ഇൻ്റർചേഞ്ചേഴ്സും എക്സ്ചേഞ്ചേഴ്സും. അപ്പോൾ ഈ 2 കാറ്റഗറിയിലുള്ള ആൾക്കാരെ പഠിക്കണം. അതേപോലെ ഈ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടത്തുന്ന ഒരു ലോയാണ് ഫ്യൂരിയേഴ്സ് ലോ. അപ്പോൾ ഈ ഒരു ഫ്യൂരിയേഴ്സ് ലോയിനെ കുറിച്ചും അതിൻ്റെ ആപ്ലിക്കേഷൻസ്, കുറച്ച് ഡെറിവേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ് ഹീറ്റ് ട്രാൻസ്ഫർ. അതായത് ഒരു മെറ്റൽ വോളിൽ കൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നു, അല്ലെങ്കിൽ ഒരു റിങ്ങിൻ്റെ അകത്തൂടെ വരുന്നു, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ പോലുള്ള 3 മെക്കാനിസംസ്, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള മെക്കാനിസംസിനെ കുറിച്ചും പഠിക്കണം. നെക്സ്റ്റ് വരുന്ന ചാപ്റ്ററാണ് ഡ്രൈയിങ്. ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ ഇവാപ്രേഷൻ പോലെ തന്നെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും മോയ്സ്ചർ റിമൂവ് ആകുന്നു. മോയ്സ്ചർ കണ്ടൻറ്റ് റിമൂവ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഡ്രൈയിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കുണ്ട്. അതേപോലെ തന്നെ ഡ്രൈയിങ് കർവ് പറയുന്നുണ്ട്. പിന്നെ കുറച്ച് എക്യുപ്മെൻറ്റ്സ്, അതായത് ഡ്രൈയിങ് ഓരോ ടൈം ഇൻ്റർവെല്ലും നടക്കുന്നത് ബേസ് ചെയ്തിട്ടുള്ള കർവ് വരച്ച് കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെ ഒരു മെറ്റീരിയലിൻ്റെ നമ്മൾ ഡ്രൈ ചെയ്ത് എടുക്കുന്ന ആ മോയ്സ്ചർ കണ്ടൻറ്റ്, അതായത് ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടൻറ്റിനെ കുറിച്ച് ഒക്കെയാണ് ഈ ചാപ്റ്ററിൻ്റെ അകത്തുള്ളത്. നെക്സ്റ്റ് പറയുന്നതാണ് ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ 2 ലിക്വിഡ്സ്, മിസിബിൾ ആയിക്കോട്ടെ ഇമ്മിസിബിൾ ആയിക്കോട്ടെ, അങ്ങനെയുള്ള 2 ലിക്വിഡ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സ് അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഡിസ്റ്റിലേഷൻ അപ്പാരറ്റസ് ഉണ്ട്. ആ അപ്പാരറ്റസിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന സ്റ്റഡിയാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൻ്റെ അകത്ത് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ഡിസ്റ്റിലേഷൻ അപ്പാരറ്റസ് ലബോറട്ടറി സ്കെയിലിലെ കാര്യം പറയുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ സ്കെയിലിലെ കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ്, അതായത് ഡിസ്റ്റിലേഷൻ അപ്പാരറ്റസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ, അതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനാണ്. അപ്പം ഓരോ ഡിസ്റ്റിലേഷനും ഉണ്ട്. സിമ്പിളുണ്ട്, ഫ്രാക്ഷണലുണ്ട്, ഫ്ലാഷ് ഡിസ്റ്റിലേഷനുണ്ട്, മോളിക്കുലാറുണ്ട്, സ്റ്റീമുണ്ട്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. മെയിനായിട്ട് പറയുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അപ്പോൾ അതൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്ലറി, അതായത് സ്ലറീൻ്റെ അകത്ത് ഒരു സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയൽ കാണും, അതേപോലെ ഒരു ലിക്വിഡും കാണും. രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സ്ലറി നമ്മൾ ഒരു ഫിൽറ്റർ മീഡിയയുടെ സപ്പോർട്ടോടുകൂടി ഫിൽട്ടർ ചെയ്തെടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പറേഷനാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിൽട്ടർ നമ്മൾ നോർമലി ഒരു ഫണൽ വെച്ച് ചെയ്യുന്നതല്ലാതെ എക്യുപ്മെൻറ്റ്സ് ഉണ്ട് ഇതിന് ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പം അതിൽ വരുന്ന കുറേ എക്യുപ്മെൻറ്റ്സ് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഫിൽട്രേഷൻ. നെക്സ്റ്റ് സെൻട്രിഫ്യൂഗേഷൻ. സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഈ എക്യുപ്മെൻറ്റ്സ് എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഒരു റൊട്ടേറ്ററി പാത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു റൗണ്ട് പാത്തിൽ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫോഴ്സാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ബേസിസിൽ മെറ്റീരിയൽസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സെൻട്രിഫ്യൂഗേഷൻ. അതിലും കുറച്ച് എക്യുപ്മെൻറ്റ്സ് പഠിക്കാനുണ്ട്. ആ എക്യുപ്മെൻറ്റ്സ് എല്ലാം കവർ ചെയ്യുമ്പം ഈ ചാപ്റ്റർ ആവും. അതാണ് സെൻട്രിഫ്യൂഗേഷൻ. അടുത്തത് മെറ്റീരിയൽസ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്ലാന്റ് കൺസ്ട്രക്ഷൻ, കൊറോഷൻ ആൻഡ് ഇറ്റ്സ് പ്രിവെൻഷൻ. നമ്മൾ ഒരു ഫാർമസ്യൂട്ടിക്കലി എന്തെങ്കിലും ഒരു മെഡിസിനോ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ഈ എക്യുപ്മെൻറ്റ്സ് എല്ലാം
പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ സ്റ്റീൽ അല്ലെങ്കിൽ ഗ്ലാസ് അങ്ങനെയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മെറ്റീരിയൽസൊക്കെ നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനെന്തെങ്കിലും അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് മെറ്റീരിയൽസ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്ലാന്റ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെ ആൾക്കാരെയാണ് നമ്മളിതിനു വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അതിൽ തന്നെ കുറേ മെറ്റീരിയൽസ് പറയുന്നുണ്ട്. ഓർഗാനിക് മെറ്റൽസ്, അതേപോലെ നോൺ മെറ്റൽസ്, ഫെറസ് മെറ്റൽസ്, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. അതൊക്കെ നോക്കണം. അതിൽ കുറേ എക്സാമ്പിൾസ്, ടൈപ്സ് ഒക്കെ ഉണ്ട്. പിന്നെ പറയുന്നതാണ് കൊറോഷൻ. അതായത് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പം കൊറോഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. നെക്സ്റ്റ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം. അതായത് ഒരു മെറ്റീരിയലിനെ ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിലോട്ട് നമുക്ക് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അതായത് കൺവെയേഴ്സ് എന്ന് പറയും അവർ. ആ കൺവെയേഴ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺവെയേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ എൻജിനീയറിങ്ങിൻ്റെ അകത്ത് ഇത്രയും ചാപ്റ്റേഴ്സ് കവർ ചെയ്യുമ്പോഴത്തേക്കും സിലബസ് കംപ്ലീറ്റ് ആവും. സിലബസ് കംപ്ലീറ്റ് ചെയ്താലും നമുക്ക് പറയാൻ പറ്റത്തില്ല എക്സാമിന് ഏത് ടൈപ്പ് എങ്ങനെയായിരിക്കും നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒരു ടോപ്പിക്ക് സിലബസ് നോക്കി പഠിച്ച് കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളത് പഠിക്കുമ്പോൾ തന്നെ ആ ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കി അപ്പം ഇത് പഠിച്ചു എന്നുള്ളതൊന്ന് ടിക്കിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഞാനൊരു പ്രിൻ്റ് ഔട്ട് എടുത്ത് അതിന്ന് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതാറുണ്ട്, എനിക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ അത് നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൊടുക്കുവാണ്. ഇതിൻ്റെ അകത്ത് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് റിപ്പീറ്റായിട്ട് ഇന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ഓരോ സബ്ജക്റ്റുമായിട്ട് വരാം. നെക്സ്റ്റ് നമുക്ക് ഫിസിക്കൽ ഫാർമസ്യൂട്ടിക്സ് ഞാൻ തയ്യാറാക്കിയത് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സി യു നെക്സ്റ്റ് വീഡിയോ.